എല്ലാം തകർന്ന വയനാടിന് ഒരു കൈ സഹായവുമായി മയിൽ റൂട്ടിലെ 7 സ്വകാര്യ ബസ്സുകളുടെ കാരുണ്യയാത്ര. മേഴ്സി മാനേജ്മെന്റാണ് ഡിവൈഎഫ്ഐ നിർമ്മിക്കുന്ന 25 വീടുകൾക്കായി പണം കണ്ടെത്താൻ കാരുണ്യയാത്ര നടത്തിയത്. സഹായം തേടി ചെന്നവരുടെ മുന്നിലേക്ക് വീണ ഓരോ നാണയത്തുട്ടിലും വയനാടിനോടുള്ള കരുതലും ഉണ്ടായിരുന്നു. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി 25 വീടുകളാണ് ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതിന് ഫണ്ട് സ്വരൂപിക്കുകയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ. ആക്രി പെറുക്കിയും മറ്റും അവർ പല വിധത്തിലാണ് ഈ ഉദ്യമത്തിൻ്റെ ഭാഗമാകാനുള്ള ശ്രമം നടത്തുന്നത്. മയിൽ റൂട്ടിലോടുന്ന മേഴ്സി ബസ്സിൻ്റെ 7 ബസ്സുകളാണ് ഡിവൈഎഫ്ഐയുടെ ഈ ദൗത്യത്തിന് ഒപ്പം ചേർന്നിട്ടുള്ളത്. ഇന്ന് ലഭിക്കുന്ന മുഴുവൻ കളക്ഷനും ഡിവൈഎഫ്ഐയുടെ ഈ വീട് നിർമ്മാണ ഫണ്ടിലേക്ക് നൽകുകയാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ്. മയ്യിൽ റൂട്ടിലെ ഈ ബസ്സുകളുടെ ഓട്ടം യാത്രക്കാരെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ മാത്രമല്ല, ഒരു വലിയ ദൗത്യത്തിലേക്കുള്ള പ്രയാണം കൂടിയാണത്. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട ജനതയുടെ കണ്ണീരൊപ്പാൻ ഒരു കൈ സഹായം എന്ന ലക്ഷ്യത്തിലേക്കാണ് ഈ യാത്ര. വയനാട്ടിൽ വീട് നഷ്ടമായവർക്ക് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി 25 വീടുകൾ വെച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. 4 കോടിയോളം രൂപയെങ്കിലും ഈ ഉദ്യമത്തിന് ചുരുങ്ങിയത് വേണ്ടിവരും. അതിനായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ സംസ്ഥാന വ്യാപകമായി മറ്റെല്ലാം മറന്ന് ഇറങ്ങിയിരിക്കുകയാണ്. മയ്യിൽ മേഖലാ കമ്മിറ്റി നടത്തുന്ന ധനശേഖരണാർത്ഥം മേഴ്സി ഗ്രൂപ്പിന്റെ കീഴിലുള്ള 7 ബസ്സുകളാണ് സർവീസ് നടത്തിയത്. ഡിവൈഎഫ്ഐ വളണ്ടിയർമാർ ആ ബസ്സുകളിൽ ഉണ്ടായിരുന്നു. അവർ യാത്രക്കാരെ സമീപിച്ചു. ടിക്കറ്റ് തുകയേക്കാൾ കൂടുതൽ നൽകി അവർ ഈ ഉദ്യമത്തിന് ഒപ്പം നിൽക്കുകയും ചെയ്തു. വയനാടിനായി കൈകോർക്കാൻ എല്ലാവരും നല്ല സഹകരണം നൽകിയതായി ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി അംഗം അഭിനന്ദ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ സഹായിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇന്നലെ മേഴ്സിനെ അവരെ വിളിച്ചു ബന്ധപ്പെട്ട് തന്നെ 7 ബസ്സും നമുക്ക് വേണ്ടി ഓടിത്തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. യാതൊരു ഇതില്ലാണ്ട് എല്ലാവരും ഇതിനു വേണ്ടി സഹായിച്ച് മുന്നോട്ട് വരുന്ന രീതിയാണ്. വിദ്യാർത്ഥികളായാലും ഇപ്പോൾ ജോലിക്ക് പോകുന്നവരായാലും നല്ല രീതിക്ക് തന്നെ സഹായിച്ചിട്ടുണ്ട്. ഡിവൈഎഫ്ഐ ഇത്തരമൊരു കാര്യം പറഞ്ഞയുടൻ മേഴ്സി മാനേജ്മെന്റ് ആ ഉദ്യമത്തിന് ഒപ്പം ചേരുകയായിരുന്നുവെന്ന് കണ്ടക്ടർ. വയനാട് ദുരന്തത്തോടനുബന്ധിച്ച് ഡിവൈഎഫ്ഐ 25 വീട് നിർമ്മിച്ചു കൊടുക്കാൻ തയ്യാറുണ്ട്. അപ്പോൾ അതിനോട് അനുബന്ധിച്ച് ഞങ്ങളെ മേഴ്സിൻ്റെ 7 ബസ്സും ഇന്നത്തെ ദിവസം ഓടിയിട്ട് നിങ്ങളെ പറ്റുന്ന സഹായം ഡിവൈഎഫ്ഐക്ക് ചെയ്തിട്ട് ആ വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ളൊരു സഹായ ഫണ്ടിലേക്ക് 7 ബസ് നമ്മൾ ഓടാൻ തീരുമാനിച്ചിരിക്കുന്നു. നമുക്ക് ചെയ്യാൻ പറ്റുന്ന മേഴ്സി കമ്പനി നമ്മുടെ മാനേജ്മെൻറ്റിന് ചെയ്യാൻ പറ്റുന്ന ഞങ്ങളും ചെയ്യാൻ താല്പര്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യാൻ തയ്യാറായിരിക്കുന്നു. വയനാട്ടിലെ ആ ജനതയ്ക്ക് എന്ത് നൽകിയാലും മതിയാവില്ല. ആ നഷ്ടത്തിന് ഒന്നിനും പരിഹാരവുമല്ല. പക്ഷേ ആ ജനത ഒറ്റക്കല്ലെന്ന പ്രഖ്യാപനമാണ് കേരളം നടത്തിയത്. പലതുള്ളി പെരുവെള്ളം എന്നാണല്ലോ ഈ ബസ്സിലെ ഓരോ യാത്രക്കാരും തങ്ങളാൽ ആകുന്ന സഹായം നൽകിയിട്ടുണ്ട്. ആ നാടിനെ വീണ്ടെടുക്കാൻ സമൂഹം എല്ലാം ഒത്തുചേരണമെന്ന് യാത്രക്കാരും. ഓരോരു ബസ് യാത്രക്കാരനും യാത്ര ചെയ്യുന്ന ബസ്സോ എന്ത് ആയിക്കോട്ടെ, നമുക്ക് കുബേരനോ ഒന്നും മാറ്റമില്ലാതെ എന്ത് വിധത്തിലും നമ്മൾക്ക് അവരെ സഹായിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അത് ഓരോരുത്തരും അവനവൻ്റെ കഴിവിൻ്റെ ഒരു ബസ്സിൻ്റെ ചാർജ് ഇപ്പം കണ്ണൂരേക്ക് വരുന്നത് 25 രൂപയാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഒരു രൂപയെങ്കിലും അധികം കൊടുത്തുകൊണ്ട് സഹായിക്കുക കഴിയുക എന്നുള്ളതാണ് അതിൻ്റെ ദൗത്യം. നമ്മൾ ഏറ്റെടുത്തേ മതിയാവും. കാരണം എത്ര കൊടുത്താലും നമുക്ക് അതിന് മറികടക്കാനാവില്ല. ഇതുപോലെ മഹാപ്രളയങ്ങളും മറ്റു ഒരേ ഇതും നമ്മുടെ മുമ്പിൽ കടന്നു വന്നിട്ടുണ്ട്. അതുപോലെ ഇതും നമ്മൾ അതിജീവിച്ചെടുക്കും. നമ്മുടെ എല്ലാവരും ഒരു കൂട്ടായ്മയും ഒത്തൊരുമയും ഉണ്ടെങ്കിൽ എന്നാണ് ഇതിന് പറയാനുള്ളത്. എത്രയുള്ള ഒരു പാവപ്പെട്ട പട്ടിണി പാവങ്ങൾ ഒരു പടുത്തുയർത്തി കൊണ്ടുകൊണ്ട് ഒരു ഉറക്കത്തിൽ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ രാത്രി ഉറങ്ങിയപ്പോൾ രാവിലെ ഉണ്ടോ എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. ഇന്ന് നമ്മൾ ബസ് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ദൗത്യത്തിൽ എത്തണമെന്നുള്ളതിൻ്റെ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഓരോരുത്തരും അവനവനാകുന്നത് എത്രയായാലും ശരി, അത് പല തുള്ളി പെരുവെള്ളം എന്ന മാതിരിയിൽ നമ്മളത് കൊടുത്തേ മതിയാവൂ എന്നാണ് എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാനുള്ളത്. വയനാട്ടിൽ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരെ നെഞ്ചോട് ചേർക്കുകയാണ് കേരളം. ആ ജനതയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുമെന്ന്
ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ. ഇന്നിപ്പോൾ മയിൽ പ്രദേശത്ത് 9 ബസ്സുകൾ ഡിവൈഎഫ്ഐയുടെ ഭവന നിർമ്മാണ സംഭാവനയ്ക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. 7 ബസ്സുകൾ ഓടുന്നത് മേഴ്സി എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെതാണ്. അതോടൊപ്പം ഇന്നലെ ഇരിട്ടിയിൽ നിന്നും ഒരു ബസ് ഓടിയിട്ടുണ്ട്. ഈ ബസ് ഓടി അതിൽ നിന്ന് കിട്ടുന്ന തുകയും ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരുടെ മനുഷ്യാധ്വാനത്തിലൂടെ കിട്ടുന്ന തുകയും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ പദ്ധതി പൂർത്തീകരിക്കാൻ ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് കണ്ണൂർ സിറ്റി മേഖലാ കമ്മിറ്റി ഒരു തുക കൈമാറി. അവർ കണ്ടെത്തിയ പ്രവർത്തന രീതി എന്ന് പറയുന്നത് ആ പ്രദേശത്തെ വാഹനങ്ങൾ കഴുകി അതിൽ നിന്ന് കിട്ടിയ കൂലി ഈ പദ്ധതിക്ക് വേണ്ടി നൽകുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഇങ്ങനെ നൂതനമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് നമ്മൾ വയനാടാണ്, വയനാടിനെ ചേർത്ത് പിടിക്കും എന്ന നിലയിലുള്ള പ്രഖ്യാപനം നടത്തി വരികയാണ്. ആക്രിപ്പെറുക്കിയും പൊതുജനങ്ങളെ സമീപിച്ചും കാരുണ്യയാത്രകൾ സംഘടിപ്പിച്ചും ചായക്കട നടത്തിയുമൊക്കെയാണ് വയനാടിന് കൈത്താങ്ങാകാൻ ഡിവൈഎഫ്ഐ രംഗത്തുള്ളത്. ജാതിമത രാഷ്ട്രീയ ഭേദമന്യെയാണ് വയനാട്ടിലെ ദുരിതബാധിതരെ തിരികെ ജീവിതത്തിലേക്ക് എത്തിക്കാൻ കേരളം പരിശ്രമിക്കുന്നത്. ഇതാണ് മലയാളികളുടെ മനസ്സ്. ഏത് ദുരന്തമുഖത്തെയും അവരെ ഞങ്ങൾ തനിച്ചാക്കില്ല. ഒപ്പമുണ്ട് കേരളം എന്നത് വെറും വാക്കല്ല മലയാളിക്ക്. ഓരോ ദുരന്ത ഭൂമിയിലും അവർ എല്ലാം മറന്ന് എത്തും. ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോഴും അതിനെ ഇല്ലാതാക്കാനും ചെറുതാക്കി കാണിക്കാനും ഉള്ള ശ്രമങ്ങൾ ചില കേന്ദ്രങ്ങളെങ്കിലും നടത്താറുണ്ട്. അത്തരക്കാരോടാണ് നിങ്ങൾ സഹായിച്ചില്ലെങ്കിലും ഇത്തരം കൂട്ടായ്മകളെ ഇല്ലാതാക്കരുത്, മലയാളികളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കരുത്. ഇങ്ങനെ വിഷം പുരട്ടുമ്പോൾ ഇല്ലാതാകുന്നത് കൂട്ടായ്മകളാണ്. അതെങ്കിലും നിങ്ങളൊന്ന് ഓർമ്മിക്കുക. ഡിവൈഎഫ്ഐയുടെ 25 വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ അവർക്ക് ആവുന്നതൊക്കെ ചെയ്യാനുള്ള ശ്രമങ്ങൾക്കൊപ്പം നിൽക്കുന്ന മേഴ്സി ബസ്സിൻ്റെ മാനേജ്മെൻറ്റ് നടത്തുന്ന ഗ്രാൻഡിസ് ബസ്സിൽ നിന്നും ക്യാമറമാൻ നവീനൊപ്പം മനോജ് മയിൽ, കണ്ണൂർ വിഷൻ.